കേരള PSCക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ കമ്പ്യൂട്ടർ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി ഹാസ് ദ ഫാസ്റ്റസ്റ്റ് ആക്സസ് ടൈം? ഓപ്ഷൻസ്: മാഗ്നറ്റിക് ബബിൾ മെമ്മറി, മാഗ്നറ്റിക് കോർ മെമ്മറി, ക്യാഷെ മെമ്മറി, റാം. അപ്പം കമ്പ്യൂട്ടറിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയുടെ പേരാണ് ക്യാഷെ മെമ്മറി. CACHE ക്യാഷെ മെമ്മറിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി. അടുത്തത്, ആസ് കമ്പയർഡ് ടു ദ സെക്കൻഡറി മെമ്മറി, പ്രൈമറി മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ. സെക്കൻഡറി മെമ്മറീനെ അപേക്ഷിച്ചിട്ട് പ്രൈമറി മെമ്മറിക്ക് എന്താണ് പ്രത്യേകത? ഇത് എന്തായിരിക്കും? പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റ് ആയിരിക്കും. സെക്കൻഡറി മെമ്മറീനെ അപേക്ഷിച്ചിട്ട് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ? താഴെ പറയുന്നതിൽ ഏതാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലാത്തത്? അസംബ്ലർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്, ഇൻ്റർപ്രിറ്റർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്, കമ്പൈലറും ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ആണ്. അപ്പോൾ ഏതാണ്? ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ല. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളട്ടൈൽ മെമ്മറി? തന്നിരിക്കുന്നവയിൽ വോളട്ടൈൽ മെമ്മറി ഏതാണ്? റോം, റാം, EEPROM, EEPROM. ഏതാണ്? വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി റാം ആണ് വോളട്ടൈൽ മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഇമേജ് ഫയൽ? താഴെ പറയുന്നവയിൽ ഒരു ഇമേജ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്താണ്? .exe, .txt, .jpeg, .doc. ഇതിലേതാണ് ഒരു ഇമേജ് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലേ, .jpeg ഫയൽസ് ആണ് ഒരു ഇമേജ് ഫയലിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ ടേം പെൻഡിയം റിലേറ്റഡ് ടു. നമുക്കറിയാമല്ലോ ഇൻ്റൽ പെൻഡിയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പെൻഡിയം എന്തായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതെന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോ പ്രോസസ്സർ, ഹാർഡ് ഡിസ്ക്, ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻ്റൽ പെൻഡിയം എന്നൊക്കെ എന്താണ്? അതൊരു മൈക്രോ പ്രോസസ്സറാണ്. മൈക്രോ പ്രോസസ്സറിന് എക്സാമ്പിളാണ് പെൻഡിയം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്ലേവർ ഓഫ് ലിനക്സ്? ലിനക്സിൻ്റെ ഫ്ലേവർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് ഹാറ്റ് വരുന്നുണ്ട്, ഉബുണ്ടു, സ്യൂസ്. ഇതൊക്കെ എന്താണ്? ലിനക്സിൻ്റെ ഫ്ലേവറുകളാണ്. OS2 ലിനക്സിൻ്റെ ഫ്ലേവർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ടു കീപ്പ് പ്രോസസ് റണ്ണിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഈവൻ ആഫ്റ്റർ ദ യൂസർ ലോഗ് ഔട്ട് ഫ്രം ദ ഷെൽ? അതായത് ഒരു യൂസർ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സ് റണ്ണ് ചെയ്യുന്നതിനെ പറയുന്ന പേര്, അത് നോഹപ്പ് എന്നാണ് പറയുന്നത്. NOHUP, നോഹപ്പ് എന്നാണ് പറയുന്നത്. നോഹപ്പ്. Which of the following is used to keep a process running in the background even after the user log out from the shell? ഷെല്ലിൽ നിന്നും യൂസർ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷവും ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്യുന്നതിനാണ് നോഹപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ സക്സസ്ഫുൾ എക്സിക്യൂഷൻ ഫോർക്ക് റിട്ടേൺ ഡാഷ് ടു ദ പാരൻറ്റ് പ്രോസസ്. ഇത് ചൈൽഡ് പ്രോസസ് ID ആണ്. ആൻസർ ചൈൽഡ് പ്രോസസ് ID ആണ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ കണ്ടൻറ്റ് ഓഫ് എ ഫയൽ ഇൻ എ ഒക്ടൽ ഫോർമാറ്റ്? ഒരു ഒക്ടൽ ഫോർമാറ്റ്, ഒക്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ബേസ് ആയിട്ട് വരുന്ന ഫോർമാറ്റാണ് ഒക്ടൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടൽ ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ നമ്മൾ പറയുന്ന ഇതാണ് OD എന്ന് പറയും. ഒക്ടൽ OD. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ക്ലാസ്സുകൾ ഡിഗ്രി ലെവൽ ബേസ്ഡ് പ്രിലിമിനറിക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു.